ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെക്ഷൻ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് ടോപ്പിക്കുകളാണ്. സോ ഈ ഒരു വീഡിയോയിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുന്നത്. ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള വേവ് മോഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മൂവിങ് ഓൺ ടു ദി ടോപ്പിക്, വേവ് മോഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, മീഡിയം ഡിപ്പെൻഡൻസ്, ദെൻ സൗണ്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ ലൗഡ്നെസ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, പിച്ച്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്, ഡോപ്ലർ ഇഫക്റ്റ്, റിവർബറേഷൻ, സോണാർ, സൗണ്ട് പൊല്യൂഷൻ, റെസൊണൻസ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. സോ നമുക്ക് ഓരോ ടോപ്പിക്കുമായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്താണ് വരുന്നത് നോക്കാം. വേവ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? വേവ് മോഷൻ, the continuous propagation of energy through oscillations from one part of a medium to another without displacing the medium's particle. So ഒരു കണ്ടിന്യൂസ് മോഷൻ ആണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മോഷൻ ആണ്. അതായത് വേവ് മോഷനൊക്കെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എനർജി ആണ് നിങ്ങൾ ഓർത്തിരിക്കുക. So the continuous propagation of energy through oscillation from one part of medium to another without displacing the medium's particle. Then types of wave എന്ന് പറയുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ആണുള്ളത്. മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ ഇറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ഇതിനാണ് മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? ഒരു മീഡിയം എന്താണ് റിക്വയർഡ് ആണ്, അല്ലേ? എ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദി ട്രാൻസ്മിഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിലോ ദേ ഡു നോട്ട് റിക്വയർ എനി മീഡിയം. സോ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ വേവിന് എക്സാമ്പിൾ ആണ് ആരൊക്കെ വരുന്നത്? സൗണ്ട് വേവ്, സീസ്മിക് വേവ്സ്, റിപ്പിൾസ് ഓൺ വാട്ടർ എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾസ് ആണ് റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്, എക്സ്റേസ്, മൈക്രോവേവ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സോ വേവ്സിൽ നമുക്ക് രണ്ട് ടൈപ്പാണ്, മെക്കാനിക്കൽ വേവ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? ഒരു മീഡിയം റിക്വയർഡ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ അതിനൊരു മീഡിയം ആവശ്യമായിട്ട് വരുന്നില്ല. സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചാണ് പറയുന്നത്. മെക്കാനിക്കൽ വേവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെന്താണ്? പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടൊരു മീഡിയം റിക്വയർഡ് ആണ്, അല്ലേ? സോ മെക്കാനിക്കൽ വേവ്സിനെ നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ്, അല്ലേ? വൈബ്രേഷൻ, അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? വേവ് പ്രൊപ്പഗേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. So the particle of the medium vibrate parallel to the direction of propagation. The particle of the medium vibrate parallel to the direction. Parallel ആണെങ്കിൽ അത് ഏതായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. The particles, the medium vibrate perpendicular to the direction of propagation of the wave. Okay. സോ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. പാരലൽ ഡയറക്ഷൻ ആണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻ റീജിയൻസ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ ക്രസ്റ്റ് ആൻഡ് ട്രബ്സ് ഫോം ചെയ്യുന്നത് ആരാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ പിക്ചർ വരുന്നത്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ പാരലൽ കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻ റീജിയൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ പാരലൽ ആയിട്ട് വരുന്നത് ഏതാണ്? പാരലൽ എന്ന് പറയുമ്പം എൽ എന്ന് ഓർത്ത് വെക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. പെർപെൻഡിക്കുലർ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്, അല്ലേ? സോ പെർപെൻഡിക്കുലറിന്റെ സിമ്പിൾ ടിയുടെ ഓപ്പോസിറ്റ് അല്ലേ? സോ അതിനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് എന്താണ്? ടി ആണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഓരോ വേവ്സിന്റെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു വേവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. സോ നമ്മളിപ്പോൾ ഒരു വേവ് വരച്ചു കഴിഞ്ഞാൽ ഇതിന് ക്രെസ്റ്റ് ഉണ്ട്, ട്രഫ് ഉണ്ട്. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ആയിരിക്കും.
സോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എന്തിന് ഈക്വൽ ആണ്? എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. സോ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ദെൻ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ, വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മീറ്റർ. ദെൻ പീരീഡ് ആണ് പറയുന്നത്. പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ആണ് പീരീഡ്. സോ പീരീഡിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ലെറ്റർ ടി യൂസ് ചെയ്യാം. സോ ടൈം ആണ്. ടൈം ആണെങ്കിൽ SI യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ്സ് ആണ്. ദെൻ ഫ്രീക്വൻസി ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഒരു 1 സെക്കൻഡിൽ ഇത്രയും നമ്പർ ഓഫ് എത്ര വേവ്സ് ഫോം ചെയ്തു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. സോ ഇവിടെ എത്ര ഓസിലേഷൻസ് ആണ്? ഈ ഒരു ഫിഗറിൽ നമുക്ക് എത്ര ഓസിലേഷൻസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ ചേർന്നിട്ടുള്ളതാണ് 1 ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ 1, 2, 3 കംപ്ലീറ്റ് ഓസിലേഷൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു 1 സെക്കൻഡിലാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ എഴുതാനായിട്ട് പറ്റും? 3/1 ഈക്വൽ ടു 3 ആണ്. ഇനി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹേർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹേർട്സ് ആണ്. ഓക്കെ. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് F എന്ന് പറയുന്നത്. ദെൻ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹേർട്സ്. SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹേർട്സ്. ഓക്കെ. SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹേർട്സ്. ദെൻ next one, when the length of the pendulum increases, frequency decreases. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിലാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താവുന്നു? ഡിക്രീസ് ചെയ്യുന്നു. If the length increases, length of the pendulum increases, frequency decreases. Length of the pendulum increases. If length of the pendulum increases, frequency decreases. And the period increases, frequency decreases. Okay. ഇവിടെ ലെങ്ത് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ പീരീഡ് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. ഓക്കെ. അപ്പോൾ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താവും? ഇൻക്രീസ് ചെയ്യും. ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ. ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? യെസ്, ഓഫ് കോഴ്സ് ലെങ്ത് അവിടെ ഒരു ഫാക്ടറാണ്. ദെൻ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ഇലാസ്റ്റിസിറ്റി. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, നേച്ചർ ഓഫ് മെറ്റീരിയൽ, ഇലാസ്റ്റിസിറ്റി. Okay, these are the factors that influence the frequency of an object. Then frequency, number of cycle passes through a point in 1 second ആണ് n/t. So 1 second 1 oscillation ആണെങ്കിൽ f is equal to 1/t ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. നെക്സ്റ്റ് തിങ് വേവ് ലെങ്ത് ആണ്. സോ എന്താണ് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് അല്ലേ. So the distance between two consecutive particles which are in the same phase of vibration, So നമ്മൾ ഇങ്ങനെ ഒരു വേവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു ക്രസ്റ്റും ഇതും ഒരു ക്രസ്റ്റ് ആണ് അല്ലേ. ഇതൊരു ക്രസ്റ്റ്, ഒരു ട്രഫ്, ഒരു ക്രഫ്. സോ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പം സെയിം ഫേസിലുള്ളതായിരിക്കണം. സോ ഇവിടെ നമ്മൾ ക്രസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു ട്രഫും കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ലാംഡ വേവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ വേവ് ലെങ്ത് ഇതൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ദെൻ സ്പീഡ് ഓഫ് വേവ് ഡിനോട്ട് ചെയ്യുന്നത് V ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 സെക്കൻഡ് ആണ്. സോ അവിടെ നമുക്ക് ഏതാണ് ഇക്വേഷൻ? Speed of the wave V is equal to f lambda. This is very, very important. From this equation you can calculate the frequency. F is equal to V by lambda. And what about the wavelength? Lambda is equal to V by f. Okay. So
നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഏത് ഇക്വേഷൻ ആണ്? v is equal to f lambda എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 സെക്കൻഡ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് പറയുന്നത്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എപ്പോഴാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? പോളിഷ്ഡ് സർഫസസ് reflected sound better than rough surfaces. Okay, then soundboards and curved ceilings in halls are examples of using reflection. Okay, so polished surface ആണോ rough surface ലാണോ കൂടുതൽ റിഫ്ലക്ഷൻ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഏതാണ്? polished surfaces reflected sound better than rough surfaces. Okay, സോ പോളിഷ്ഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ ഈ റിഫ്ലക്ഷൻ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സൗണ്ട് ബോർഡുകൾ, കർവ്ഡ് സീലിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലോ ഓഫ് ലൈറ്റുമായിട്ട് സെയിം ലോസ് എന്ത് ചെയ്യുന്നത്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ലോ തന്നെയാണ് ഇവിടെ വരുന്നത്, ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാറുണ്ട് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് റേ. സോ ഇവിടെ നമ്മൾ സൗണ്ടിൻ്റെ കേസിലും എന്താണ് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ സൗണ്ടിൻ്റെ കേസിലും റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ബേസ് ചെയ്തിരിക്കുന്ന ലോ ഏതാണ്? ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇൻസിഡൻറ്റ് വേവ്, റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് നോർമൽ ലൈ ഇൻ വൺ പ്ലെയിൻ ആണ് എന്തിൻ്റെ കേസിൽ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. സോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഇത് ബേസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മെഗാഫോണ്, സൗണ്ട് ബോർഡ്സ്, സ്റ്റെതസ്കോപ്പ്, അതേപോലെ എക്കോ. എക്കോ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഓക്കെ, സോ മെഗാഫോൺ, സൗണ്ട് ബോർഡ്സ്, സ്റ്റെതസ്കോപ്പ്, എക്കോ ഒക്കെയാണ് എന്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ദെൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. it is a repeated reflection of sound. Multiple reflection എന്ന് പറയുന്നത് എന്താണ്? repeated reflection of sound ആണ്. echo എന്ന് പറയുന്നത് എന്താണ്? it is a sound heard after a while due to reflection of initial sound അല്ലേ? നമ്മൾ echo എന്ന് പറയുന്നത് ഒരു സൗണ്ട്, ഇനീഷ്യൽ സൗണ്ട് ഒരു ആഫ്റ്റർ എ സെക്കൻഡ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടതാണ്. സോ എക്കോ ഉണ്ടാവണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. സോ അവർ തമ്മിലുള്ള ആ ഒരു സോഴ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള, ഇവിടെ ഇപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടാവും, അതേപോലെ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലേ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റും ഇവിടെ ഒരു വാൾ ആണെങ്കിൽ വാൾ അല്ലേ. സോ ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം എത്രയായിരിക്കണം? 17.5 മീറ്റർ ആയിരിക്കണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മിനിമം ഡിസ്റ്റൻസ് ഫ്രം റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എത്രയാണ്? 17.5 മീറ്റർ ആയിരിക്കണം. അതേപോലെ ടൈം ഇൻ്റർവൽ എത്രയാണ്? 0.1 സെക്കൻഡ് ആണ് ടൈം ഇൻ്റർവൽ. 17.5 ആണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എക്കോ ഉണ്ടാവണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട മാക്സിമം ഡിസ്റ്റൻസ് 17.5 മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഷുഡ് ബി എ ലാർജ് ആൻഡ് ഹാർഡ്. റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് എങ്ങനെയുള്ളതായിരിക്കണം? ലാർജ് ആൻഡ് ഹാർഡ് സർഫസ് കൂടെ ആയിരിക്കും. നെക്സ്റ്റ് വൺ റിവർബറേഷൻ. റിവർബറേഷൻ എന്ന് പറയുന്നത് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ഓഫ് ദി ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. സോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് എന്ത് വരുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മുഴക്കം പോലെ നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കില്ലേ, അതാണ് എന്ത് പറയുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ആണ്. ഓഡിബിൾ ആയിരിക്കേണ്ട ലിമിറ്റ്. ഈ ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഒരുവിധം എക്സാംസിലൊക്കെ നമുക്ക് 2024ലും അതേപോലെ 2025 ചോദിച്ചിരിക്കുന്ന എക്സാംസിലൊക്കെ ഈ ഒരു ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിനി അപ്ലിക്കേഷൻസ് പറയാം. അതായിട്ട് സൗണ്ട് വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി. Only one sounds with the frequencies between 20 Hz to 20 kHz are audible to humans. So ഹ്യൂമൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ്. ദെൻ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 20 Hz ആണെങ്കിൽ, ലെസ് ദാൻ 20 Hz ആണ് എന്ത് പറയുന്നത്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് ലെസ് ദാൻ 20 Hz ആണ്. അൾട്രാസോണിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ ദാൻ 20 kHz ആണ്. സോ ഈ 20 Hzനും
20 കിലോ ഹേർട്സിൻ്റെയും ഇടയിൽ വരുന്നതാണ് ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. സോ ബിലോ 20 ഹേർട്സ് ആണെങ്കിൽ ഇൻഫ്രാസോണിക് ആയിരിക്കും. അതേപോലെ എബോവ് 20 കിലോ ഹേർട്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? അൾട്രാസോണിക് ആയിരിക്കും. ദെൻ അൾട്രാസോണിക് റേഞ്ചിൽ വരുന്നതാണ് ഡോഗ്, ബാറ്റ്, ഇതിൻ്റെയൊക്കെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. എലിഫന്റ്, പീജിയൻ ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ലെസ് ദാൻ 20 ഹേർട്സ് ആണ്. സോ വൺസ് അഗെയിൻ 20 to 20 കിലോ ഹേർട്സ് ആണ് ഹ്യൂമൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ലെസ് ദാൻ 20 ഹേർട്സ് ആണെങ്കിൽ അത് ഇൻഫ്രാസോണിക് ആയിരിക്കും. മോർ ദാൻ 20 കിലോ ഹേർട്സ് ആണെങ്കിൽ അത് അൾട്രാസോണിക് ആയിരിക്കും. ഡോഗ്, ബാറ്റ് അൾട്രാസോണിക് ആണ്. പീജിയൻ, എലിഫന്റ് എന്ന് പറയുന്നത് ഏതാണ് സൗണ്ട് റീജിയൻ വരുന്നത്? ഇൻഫ്രാസോണിക് സൗണ്ട് റീജിയൻ ആണ്. ഓക്കെ. ദെൻ യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? Ultrasonography, capturing images of internal organs, used to crush kidney stones. Then in physiotherapy, to clean pipes, electronic components, etc. Then സോണാറിൽ യൂസ് ചെയ്യുന്നത്, സോണാർ ബേസ് ചെയ്തിരിക്കുന്നത് ഏത് സൗണ്ട് വേവ് ആയിട്ടാണ്? അൾട്രാസോണിക് ആണ്, അൾട്രാസോണിക് റേഞ്ച് ആണ്. സോ ഇവിടെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? അൾട്രാസോണിക് ആകുമ്പോൾ ഫ്രീക്വൻസി റേഞ്ച് 20 കിലോ ഹേർട്സ് ആണ്. അബൌട്ട് 20 കിലോ ഹേർട്സ് ആണ് ഏത് വരുന്നത്? അൾട്രാസോണിക്. സോ സോണാർ ബേസ് ചെയ്തിരിക്കുന്നത് 20 കിലോ ഹെർട്സ്. ഫ്രീക്വൻസി ഏതാണെന്ന് ചോദിച്ചാൽ എബോവ് 20 കിലോ ഹെർട്സ് ആണ്, അൾട്രാസോണിക് ആണ്. ദെൻ സോണാറിൻ്റെ ഫുൾ ഫോം 2025 കേട്ടിട്ട് കാറ്റഗറി 3 ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് വരുന്നത്. ഓക്കെ, സോണാർ എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു മെഷർ ഓഷ്യൻ ഡെപ്ത് ആൻഡ് ഡിഫക്റ്റ് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ്. ടു മെഷർ ഓഷ്യൻ ഡെപ്ത് ആൻഡ് ഡിഫക്ട്സ് അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ് ആണ്. സോണാറിൻ്റെ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് വരുന്നത്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ ബേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സോണാർ അൾട്രാസോണിക് സൗണ്ട് ആണ്. അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്താണ്? എബോവ് 20 കിലോ ഹെർട്സ് ആണ്. ഓക്കെ. ദെൻ സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ള വേവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? സൗണ്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. So sound is a mechanical longitudinal wave produced by vibrating bodies. സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം റിക്വയർഡ് ആണ്. ദെൻ കനോട്ട് ട്രാവൽ ഇൻ വാക്വം. സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി മീഡിയം. സ്പീഡ് ഓഫ് ദി സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി മീഡിയം. സോ നമ്മളൊരു സോളിഡ് എടുത്തു, ലിക്വിഡ് എടുത്തു, ഗ്യാസ് എടുത്തു. ഏതിലായിരിക്കും നന്നായിട്ട് സൗണ്ട് പാസ് ചെയ്യുന്നത്? യെസ്, സോളിഡിലാണ്. ദെൻ ലിക്വിഡ്, ദെൻ ഗ്യാസ്. ഓക്കെ. സോ വാക്വത്തിലൂടെയാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല? സൗണ്ട് പാസ് ചെയ്യില്ല. സോളിഡിലൂടെയാണ് ഏറ്റവും നന്നായിട്ട് സൗണ്ട് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ദെൻ സ്പീഡ് ഓഫ് സൗണ്ട് എയറിലൂടെ ആണെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ടറിലാണെങ്കിൽ 1480 മീറ്റർ പെർ സെക്കൻഡ്. സ്റ്റീലാണെങ്കിൽ 5000 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാം സോളിഡിലാണ് ഹയർ ആയിട്ട് സൗണ്ട് നന്നായിട്ട് പാസ് ചെയ്യുന്നത്. ദെൻ ലിക്വിഡ്, ദെൻ ഗ്യാസ് ആണ് വരുന്നത്. ഓക്കെ. ദെൻ ലൗഡ്നെസ് ഈസ് എ സെൻസേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ബൈ ദി ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്. ലൗഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ടിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ആണ് അല്ലേ? സോ ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, ഡിസ്റ്റൻസ് ഫ്രം ദി സോഴ്സ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇയർ. ദെൻ ആംപ്ലിറ്റ്യൂഡ്, ലൗഡ്നെസ് കൂടുതലാണെന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഹയർ ആയിരിക്കും. സോ ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോഴാണ് ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ഈ ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? dB, ഡെസിബിൾ ആണ് ഇതിൻ്റെ യൂണിറ്റ്. അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലൗഡ്നെസ് മെഷർ ചെയ്യുന്നത് ഡെസിബിൾ യൂണിറ്റിലാണ്. ദെൻ നെക്സ്റ്റ് തിങ്, പിച്ച്. സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൗഡ്നെസ്, പിച്ചൊക്കെ വരുന്നത് കേട്ടോ. പിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഫ്രം ലോ ഫ്രീക്വൻസി. പിച്ച് യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആണോ ലോ ഫ്രീക്വൻസി ആണോ എന്ന് എന്ത് ചെയ്യാനാണ്? മെഷർ ചെയ്യാനാണ്. ഓക്കെ. സോ ഇവിടെ പിച്ച് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഫ്രീക്വൻസിയാണ്. ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ പിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയായിരിക്കണം? ഫ്രീക്വൻസി ആയിരിക്കണം. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ പിച്ച് എങ്ങനെയായിരിക്കും? ഹൈ പിച്ച് ആയിരിക്കും. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് ലോ പിച്ച് ആയിരിക്കും. സോ ലൗഡ്നെസ്സും പിച്ചും റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. സോ ഇവിടെ
പിച്ച് എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയാണ്. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഹൈ പിച്ച് ആയിരിക്കും, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ലോ പിച്ച് ആയിരിക്കും വരുന്നത്. Then beats ആണ്. Beats are periodic vibration in loudness produced when two sound waves are nearly equal frequency. So two equal frequency വരുമ്പം അതിനെ നമ്മൾ ഡിസ്റ്റിങ്ഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ബീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് the apparent change in frequency due to relative motion between source and observer. അപ്പോൾ നമ്മളൊരു റോഡ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളടുത്തേക്കൊരു ആംബുലൻസോ എന്തെങ്കിലും വരികയാണെങ്കിൽ ദൂരെ നിന്നാകുമ്പോൾ അതിൻ്റെ സൗണ്ട് എന്ത് ചെയ്യുന്നു? അത് സൗണ്ട് ഒരു നോർമൽ റേഞ്ചിലായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ അടുത്തേക്ക് എത്തുന്ന സമയത്തിനനുസരിച്ച് അവിടെ സോഴ്സ് എങ്ങനെയാണുള്ളത്? സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്. ഒബ്സർവർ എങ്ങനെയാണുള്ളത്? സ്റ്റേഷനറി ആയിട്ടാണ്. സോഴ്സ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സോഴ്സ് ഒബ്സർവറിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സൗണ്ടിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. സോ ഡോപ്ലർ ഇഫക്റ്റ് ഈസ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ. സോ ഡോപ്ലർ ഇഫക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ. ഓക്കെ, സോഴ്സ് അപ്രോച്ചിങ് എന്ന് പറയുമ്പം സോഴ്സ് ഒബ്സർവറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താവുന്നു? ഫ്രീക്വൻസി ഇൻക്രീസസ്. പിച്ച് എന്താവുന്നു? ഹൈ ഫ്രീക്വൻസി ആണ്, അപ്പോൾ പിച്ച് എന്താവും? അവിടെ ഇൻക്രീസ് ചെയ്യും. ദെൻ സോഴ്സ് മൂവിങ്. സോഴ്സ് ഒബ്സർവറിൻ്റെ അടുത്തുനിന്ന് സോഴ്സ് എന്ത് ചെയ്തു? മൂവ് ചെയ്ത് പോവാണ്. സോ ഇവിടെയാണ് ഒരു ഒബ്സർവർ ഉള്ളതെന്ന് വിചാരിക്കാം. ഇതെന്താണ്? ഒരു ഒബ്സർവർ ആണ്. ഇയാളുടെ അടുത്തേക്ക് ഇവിടുന്ന് ഒരു കാർ, ഭയങ്കര സൗണ്ടുള്ള ഒരു കാറോ എന്തെങ്കിലും അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതേപോലെ പിച്ച് എന്താവുന്നു? കൂടുന്നു. ഇനി ഒബ്സർവറിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു വെഹിക്കിൾ, ഈ കാർ എന്ത് ചെയ്യുന്നു? ദൂരേക്ക് പോകുന്നു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്രീക്വൻസി എന്തായിട്ടുണ്ടാവും? ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പിച്ച് എന്തായിട്ടുണ്ടാവും? റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ സോഴ്സും ഒബ്സർവറും തമ്മിലൊരു റിലേറ്റീവ് മോഷനാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഒരു അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിനായിട്ട് പറയാനായിട്ട് വരുന്നത്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നോക്കാം. വിച്ച് വേവ് ക്യാൻ ട്രാവൽ ത്രൂ വേക്കം? സോ ഏത് വേവിനാണ് വാക്വത്തിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? സൗണ്ട് വേവ്, വാട്ടർ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, സീസ്മിക് വേവ്. ഏതിനാണ് വാക്വത്തിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു മീഡിയം റിക്വയർഡ് അല്ലാത്തത് ഏതിനാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. Then second question, the SI unit of frequency. SI unit of frequency, frequencyയുടെ SI unit എന്താണ്? Hertz ആണ് വരുന്നത്. Okay. Then next question, loudness of sound depends mainly on. Loudness of sound depends mainly on. Loudness depend ചെയ്യുന്നത് എന്തിനെയാണ്? Amplitude ആണ്. The Doppler effect is due to. Doppler effect is due to reflection of sound, refraction of sound, relative motion between source and observer, interference. ഏതാണ് വരുന്നത്? റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ. ദെൻ വാട്ട് ഈസ് സോണാർ സ്റ്റാൻഡ്സ് ഫോർ? സോണാറിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റഡാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റെസ്പോൺസ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. ഏതാണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ദെൻ 400 meter per second is the velocity of a wave. If its wavelength is 20 centimeter, what is its frequency? So here you have to calculate the frequency. So നമ്മൾ എങ്ങനെയാണ് frequency calculate ചെയ്യാം? നമുക്ക് ഇവിടെ സ്പീഡ് വെലോസിറ്റി തന്നിട്ടുണ്ട്. 400 meter per second ആണ് വെലോസിറ്റി. And the wavelength lambda is 80 centimeter. So what is the equation? V is equal to F lambda ആണ് equation. Frequency ആണ് calculate ചെയ്യേണ്ടത്. V is equal to F by lambda വരും അല്ലേ? സോ ഇവിടെ വേവ് ലെങ്ത് 80 സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റ് എന്തിലാണ്? സെൻറ്റിമീറ്ററിലാണ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ നമുക്ക് ലാംഡ വേവ് ലെങ്ത്തിൽ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം അല്ലേ? സോ 80 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് വരുന്നത്? 0.8 മീറ്റേഴ്സ് ആണ്. ദെൻ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്രയായിരിക്കും വരുന്നത്? 400 ഡിവൈഡഡ് ബൈ 0.8 എത്രയായിരിക്കും? 400 ഡിവൈഡഡ് ബൈ 0.8. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 400 ഡിവൈഡഡ് ബൈ 0.8.
500 ഹെർട്സ് ആണ് ആൻസർ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ദെൻ ഇവിടെ സോണാറിൻ്റെ കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പം യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, അവിടെ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഡീപ് സീ ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 2d/t ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി കാണാനായിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക? v ഈസ് ഈക്വൽ ടു 2d/t. ഓർ ഡിസ്റ്റൻസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്റ്റൻസ് ഈക്വൽ ടു v ഇൻറ്റു t ഡിവൈഡഡ് ബൈ 2 എന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഫസ്റ്റ് ചാപ്റ്റർ ഓർ ഫസ്റ്റ് ടോപ്പിക്, വേവ് മോഷൻ. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വേവ് മോഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് PYQs ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ PYQs ആയിട്ട് എന്ത് ചെയ്യാം? കാണാം. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്. വൺസ് അഗെയിൻ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.